വർഷത്തിൻ്റെ ഏറിയ പങ്കും മഞ്ഞുറഞ്ഞ ദുർഘടമായ പർവ്വതനിരകൾ, വമ്പൻ നദികൾ, പകൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിനു മുകളിലെത്തുന്ന ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം, ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മാത്രമല്ല കൃഷിയിലുമുണ്ട് വൈവിധ്യങ്ങൾ. ഗോതമ്പും ചോളവും കരിമ്പുമൊക്കെ കൃഷി ചെയ്യുന്ന വിശാലമായ സമതലങ്ങൾ, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വിളകൾ വിളയുന്ന മലമടക്കുകൾ, തെങ്ങും നെല്ലും വളരുന്ന ദൈർഘ്യമേറിയ തീരദേശങ്ങൾ. നാടിൻ്റെ ഈ വൈവിധ്യങ്ങൾക്കൊത്ത് ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്തരായ മനുഷ്യർ, അവർക്കിടയിൽ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഭാഷ, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയിലുമുണ്ട് വൈവിധ്യങ്ങൾ. ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. കൂട്ടുകാരെ, നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യയെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ ഏറെ അഭിമാനത്തോടെ ദേശസ്നേഹത്തോടെ നമ്മൾ പാടിയിട്ടുള്ള ഈ വരികൾ ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ. ലോകത്തിലെ ഒരു രാജ്യം എന്നതിലുപരി ഇന്ത്യ നമുക്ക് നമ്മുടെ മാതൃരാജ്യമാണ്. നമ്മുടെ ഈ മാതൃരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ? ഭൂമിയിലെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. ഇന്ത്യ ഒരു ദക്ഷിണേന്ത്യൻ രാജ്യമാണ്. ഭൂവിസ്തൃതി കൊണ്ട് ലോകത്തിലെ 7ാമത്തെ രാജ്യമായ ഇന്ത്യ ജനസംഖ്യയിൽ ലോകത്തിൽ 1ാമതാണ്. ഏകദേശം 2 നൂറ്റാണ്ടോളം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ നിലകൊണ്ട നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. വടക്ക് ഹിമാലയ പർവ്വതനിരയും, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും, കിഴക്ക് ബംഗാൾ ഉൾക്കടലും, പടിഞ്ഞാറ് അറബിക്കടലും ഇന്ത്യയുടെ അതിരുകളായി നിലകൊള്ളുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 7 രാജ്യങ്ങളുമായി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയും ദേശീയ മൃഗം കടുവയും ദേശീയ പക്ഷി മയിലുമാണ്. ഭരണ സൗകര്യാർത്ഥം ഇന്ത്യയെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി വിഭജിച്ചിരിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിക്ക് രാജ്യ തലസ്ഥാന നഗരം കൂടിയായതുകൊണ്ട് പ്രത്യേക സംസ്ഥാന പദവിയുമുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, വിഭവങ്ങളുടെ ലഭ്യത എന്നിവയിലുള്ള വൈവിധ്യം മൂലം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ തമ്മിൽ തൊഴിൽ, ഭക്ഷണം, വേഷം, ഭാഷ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെ നമുക്കൊന്ന് ചുറ്റിക്കാണാം. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഡെക്കാൻ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപ സമൂഹം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. കൂട്ടുകാരെ, ഇന്ത്യയെ അറിയുവാനുള്ള നമ്മുടെ ഈ പഠനയാത്ര നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യപർവ്വതത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കേരളം ഭൂപ്രകൃതി അനുസരിച്ച് 3ആയി തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണിവ. തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ. സമൃദ്ധമായ മഴക്കാലങ്ങളും സുന്ദരമായ ഭൂപ്രകൃതിയും കായലോരങ്ങളും വനങ്ങളും 40-ലധികം നദികളും ഒത്തുചേർന്നുണ്ടായ
പ്രകൃതി രമണീയതയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം കേരളത്തിന് ലഭിക്കുവാൻ കാരണമായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് വിവിധ രാജാക്കന്മാർ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു കേരളം. പിന്നീട് 1947 ജൂലൈ 1 തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചു. പിന്നീട് തമിഴ്നാടിന്റെ ഒരു ജില്ലയായിരുന്ന മലബാർ തിരുകൊച്ചിയോട് ചേർക്കുകയും 1956 നവംബർ 1 ഇന്നത്തെ കേരള സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തു. കേരളത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഭാഗമാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ലോക പ്രശസ്ത ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ്. കേരള സംസ്കാരത്തിന്റെ മുഖമുദ്ര തന്നെ കൃഷിയാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ കൂട്ടുകാരെ. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കേരളത്തിന്റെ കാലാവസ്ഥ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. നെല്ല്, റബ്ബർ, പയർ, കിഴങ്ങുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കേരളത്തിന്റെ പ്രധാന കൃഷി ഇനങ്ങൾ. ഓണമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവം. ഔദ്യോഗിക ഭാഷ മലയാളവും. കേരളത്തിന്റെ തനത് കലാരൂപം എന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തരൂപം കഥകളിയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. മലയാളത്തിൽ തന്നെ തെങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് കേരം. കേരം തിങ്ങി നിൽക്കുന്ന നാട് എന്നതുകൊണ്ടാണ് നമ്മുടെ നാടിന് കേരളം എന്ന പേര് വന്നത്. ആന ഔദ്യോഗിക മൃഗവും ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലും ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിന്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായ നമ്മുടെ കേരളം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണേ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നറിയാമോ കൂട്ടുകാരെ? തമിഴ്നാട്. തമിഴ്നാട് നമ്മുടെ കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യൻ ഉപദ്വീപിൽ പശ്ചിമഘട്ട മലനിരകൾക്കും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്നു. തമിഴാണ് മുഖ്യഭാഷ. 1956 സംസ്ഥാന പുനഃസംഘടന പ്രകാരം രൂപം കൊണ്ട മദ്രാസ് സംസ്ഥാനം 1968 തമിഴ്നാട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. വടക്ക് കർണാടക, ആന്ധ്രാപ്രദേശ്, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് കേരളം അതിരുകളായി വരുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് തമിഴ്നാട് പ്രധാനമായും 2 ഭൂവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. മലനിരകളും പീഠഭൂമികളും ഉൾപ്പെടുന്ന പ്രദേശത്തിൽ പടിഞ്ഞാറ് ഭാഗത്തെ പശ്ചിമഘട്ട മലനിരകളും വടക്ക് നീലഗിരി കുന്നുകളും തെക്ക് പളനി, ഏലഗിരി, അണ്ണാമലൈ എന്നീ മലകളെയും ഉൾക്കൊള്ളുന്നതാണ് ഒരു ഭൂവിഭാഗം. ഈ മലനിരകളുടെ ഏതാണ്ട് മധ്യഭാഗത്താണ് പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ഭൂവിഭാഗമായ തീരദേശ സമതലം നദീജന്യ എക്കൽ നിക്ഷേപത്താൽ രൂപം കൊണ്ടതാണെന്നാണ് അനുമാനം. പ്രധാന നദിയായ കാവേരിയും മറ്റു നദികളും ഇവിടെ ഡെൽറ്റകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ദക്ഷിണ ഗ്രാമമായ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുടെ സംഗമ സ്ഥാനമാണ് കന്യാകുമാരി. സമതല പ്രദേശങ്ങളിൽ പൊതുവെ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടാറുള്ളത്. എങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും 2500 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന
കൊടൈക്കനാൽ പ്രദേശത്ത് മഞ്ഞുകാല രാത്രികളിൽ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നതും സാധാരണമാണ്. നിരവധി വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും പക്ഷി സങ്കേതങ്ങളും സംസ്ഥാനത്തുണ്ട്. ജൈവ വൈവിധ്യത്തിന്റെ അപൂർവ കലവറകളാണിവ. സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ദ്രാവിഡ വർഗക്കാരാണ്. ദ്രാവിഡ ഭാഷയായ തമിഴും കലാപാരമ്പര്യവും തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മുഖമുദ്രയാണ്. തമിഴാണ് ദ്രാവിഡ ഭാഷകളിൽ വെച്ച് ഏറെ പഴക്കമുള്ള ഭാഷ. ദ്രാവിഡ സംസ്കാരത്തിന്റെ കൈത്തൊട്ടിലാണ് തമിഴ്നാട്. മഹത്തായ സംഘകൃതികൾ തുടങ്ങി ആധുനിക തമിഴ് സാഹിത്യ രചനകൾ കൊണ്ടുവരെ സമ്പന്നമാണ് തമിഴ് ഭാഷയും സാഹിത്യവും. ഭരതനാട്യമാണ് തമിഴ്നാടിന്റെ ശാസ്ത്രീയ നൃത്തരൂപം. വിളവെടുപ്പുത്സവമായി ആഘോഷിക്കുന്ന പൊങ്കൽ ആണ് തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവം. ജല്ലിക്കെട്ട് എന്ന കാളപ്പൊരു ഒരു പ്രധാന പരമ്പരാഗത നാടൻ കായിക വിനോദമായിരുന്നു. ക്ഷേത്ര വാസ്തുശില്പവിദ്യ, കർണാടക സംഗീതം, നാടകം എന്നീ രംഗങ്ങളിലും പുരാതന കാലം മുതൽ തമിഴകം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പല്ലവ, പാണ്ഡ്യ, ചോള രാജാക്കന്മാർ നിർമ്മിച്ച ഗുഹാക്ഷേത്രങ്ങൾ, മഹാബലിപുരത്തെ നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏകശിലാക്ഷേത്രങ്ങൾ, കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രം എന്നിവ ക്ഷേത്ര വാസ്തുശില്പ വിദ്യയുടെ ഉത്തമ മാതൃകകളാണ്. ദക്ഷിണേന്ത്യൻ സിനിമ വ്യവസായത്തിന്റെ കേന്ദ്രമാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ, തമിഴ്നാടിന്റെ നെല്ലറയായ തഞ്ചാവൂർ കാവേരി നദിയുടെ ഡെൽറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തഞ്ചാവൂർ സന്ദർശിക്കുന്നത് ഒരു മ്യൂസിയം സന്ദർശിക്കുന്നത് പോലെയാണ്. സരസ്വതി മഹൽ ലൈബ്രറി, റോയൽ മ്യൂസിയം, തഞ്ചാവൂർ കൊട്ടാരം, രാജരാജ ചോള ആർട്ട് ഗാലറി, ബൃഹദീശ്വര ക്ഷേത്രം, കോട്ട എന്നിവ ജില്ലയിലെ കാഴ്ചകൾ കാണേണ്ട സ്ഥലങ്ങളാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി മൃദംഗപ്രാവും, ഔദ്യോഗിക വൃക്ഷം പനയും, ഔദ്യോഗിക പുഷ്പം സെങ്കാന്തൽ ഗ്ലോറിയസ് ലില്ലിയും, ഔദ്യോഗിക മൃഗം വരയാടും ആണ് ട്ടോ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ കൂട്ടുകാരെ? ഇന്ത്യയിലെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശാണ്. തെലുങ്ക് ഭാഷ മുഖ്യമായി സംസാരിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം അമരാവതിയാണ് കേട്ടോ. വടക്ക് തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, തെക്ക് തമിഴ്നാട്, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് കർണാടക എന്നിവയാണ് ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തികൾ. ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ അരിപ്പാത്രം, റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന കൃഷി നെല്ലാണ്. കൂടാതെ ചോളം, ബജറ, നിലക്കടല, പരുത്തി തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്ന രണ്ട് പ്രധാന നദികളാണ് കൃഷ്ണയും ഗോദാവരിയും. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗവും പൂർവ്വഘട്ടത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഭൂപ്രകൃതി ജനസംഖ്യയുടെ 60% കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. തിരുപ്പതി ജില്ലയിലെ ശ്രീഹരിക്കോട്ടയിലെ ഭാര്യദ്വീപിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. കുച്ചിപ്പുടിയാണ് ഔദ്യോഗിക നൃത്തരൂപം. ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗം, പക്ഷി പനങ്കാക്ക. ഇന്ത്യൻ റോവർ മരം ആര്യവേപ്പ്, പൂവ് ആമ്പലുമാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ പ്രധാന നഗരമായ വിശാഖപട്ടണം ഒരു പ്രകൃതിദത്ത തുറമുഖമാണ്. ഒരു ആധുനിക കപ്പൽ നിർമ്മാണശാലയും ഇവിടെയുണ്ട്. ഇന്ത്യൻ ഈസ്റ്റ് നേവൽ ഫോഴ്സിൻ്റെ ആസ്ഥാനം കൂടിയാണ് വിശാഖപട്ടണം. തിരുപ്പതി ജില്ലയിലെ തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഹിന്ദു ക്ഷേത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആന്ധ്രാപ്രദേശിൽ 135 കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളുണ്ട്. കൂടാതെ സംസ്ഥാനത്തിന് 32 മ്യൂസിയങ്ങളുമുണ്ട്.
അമരാവതി പുരാവസ്തു മ്യൂസിയം, വിശാഖപട്ടണത്തിലെ വിശാഖ മ്യൂസിയം, വിജയവാഡയിലെ ബാപ്പു മ്യൂസിയം എന്നിവ പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്നു. 2014 ജൂൺ 2 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 2 സംസ്ഥാനങ്ങളായി രൂപീകരിക്കപ്പെട്ടു. 26 ജില്ലകൾ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ ആന്ധ്രാപ്രദേശ്. കൂട്ടുകാരെ, അവസാനമായി രൂപീവൽക്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നറിയാമോ? തെലുങ്കാന. ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനമായി 2014 ജൂൺ 2 തെലുങ്കാന നിലവിൽ വന്നത്. എന്നാൽ 2019 ഒക്ടോബർ 31 ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകൃതമായ ശേഷം ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. മുൻകാലത്ത് ഈ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നു. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് ആണ്. 1591 കുതുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുതുബ് ഷാ നിർമ്മിച്ച ഇന്ത്യയിലെ ചരിത്ര സംസ്കാരങ്ങളിലൊന്നാണ് ചാർമിനാർ. ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ചാർമിനാർ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. പളയക നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത്. കൂടാതെ ഗോൽക്കൊണ്ട കോട്ട, തെലങ്കാനയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഹൃദയാകൃതിയിലുള്ള ഹുസൈൻ സാഗർ തടാകം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമായ റാമോജി ഫിലിം സിറ്റി, ഏകദേശം 2000 ഏക്കർ സ്ഥലത്തു സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റുഡിയോ ഹൈദരാബാദിലെ വിജയവാഡയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. കൂടെ മക്ക, മസ്ജിദ് ഇവയെല്ലാം ഹൈദരാബാദിനെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നു. തെലങ്കാനയുടെ വടക്ക് പടിഞ്ഞാറ് മഹാരാഷ്ട്രയും വടക്ക് കിഴക്ക് ഛത്തീസ്ഗഡും കിഴക്ക് ആന്ധ്രാപ്രദേശും തെക്ക് പടിഞ്ഞാറ് കർണാടകയും അതിരുകളായി വരുന്നു. തെലങ്കാനയുടെ ഔദ്യോഗിക മൃഗം മാൻ, ഔദ്യോഗിക പക്ഷി ഇന്ത്യൻ റോവർ, പ്രധാന നൃത്തരൂപം പെരിണി ശിവതാണ്ഡവം, പ്രധാന ആഘോഷങ്ങൾ ബോണാലു, ബതുക്കമ്മ എന്നിവയുമാണ് കേട്ടോ. 31 ജില്ലകളുള്ള തെലങ്കാനയുടെ ഔദ്യോഗിക ഭാഷ തെലങ്കാന. ഈ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് കൃഷ്ണ, ഗോദാവരി, ഭീമ, മഞ്ചീര, മൂസി തുടങ്ങിയവ. ഹൈദരാബാദ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂസി നദിയുടെ തീരത്താണ് കേട്ടോ. ഹൈദരാബാദിന് വളകളുടെ നഗരം എന്നൊരു വിശേഷണമുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണഖനിയിൽ നിന്നാണ് പ്രശസ്തമായ കോഹിനൂർ രത്നം ലഭിച്ചത്. കർഷകർക്ക് 24 മണിക്കൂറും സൗജന്യമായി വൈദ്യുതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും തെലങ്കാനയാണ്. കൂട്ടുകാരെ, നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്കൊന്ന് പോയാലോ? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. കർണാടകയുടെ വടക്ക് ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളും കിഴക്ക് ഭാഗത്ത് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സംസ്ഥാനങ്ങളും തെക്ക് ഭാഗത്ത് കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറേ അതിർത്തി അറബിക്കടലുമാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം മൈസൂർ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതോടെ മൈസൂർ സംസ്ഥാനം രൂപീകൃതമായി. പിന്നീട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ കന്നഡ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർന്ന് 1956 നവംബർ 1 മൈസൂർ സംസ്ഥാനവും പുനർനിർണയിച്ച് രൂപീകരിക്കപ്പെട്ടെങ്കിലും തുടർന്നും മൈസൂർ സംസ്ഥാനം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരിക്കുന്നത്. 1973 കർണാടക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. കറുത്ത മണ്ണുള്ള പ്രദേശം എന്നതിന് രൂപഭേദം സംഭവിച്ച് കർണാടക എന്നായതാണെന്നാണ് പറയപ്പെടുന്നത്. തലസ്ഥാനം ബാംഗ്ലൂർ. ഭൂമിശാസ്ത്രപരമായി കർണാടകയെ 3 തിരിക്കാം. തീരപ്രദേശം പശ്ചിമഘട്ടം ഉൾപ്പെട്ട മലനാട്, ഡേക്കാൻ പീഠഭൂമി ഉൾപ്പെട്ട ബയാലുസീമ പ്രദേശം. ഇവയാണ് 3 വിഭാഗങ്ങൾ. കൃഷ്ണ, കാവേരി, തുംഗഭദ്ര, ശരാവതി എന്നിവ ഇവിടുത്തെ പ്രധാന നദികളാണ്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നു. പ്രധാന ഭക്ഷ്യവിള അരിയും തുടർന്ന് ജോവർ, തിന എന്നിവയുമാണ്. ഇവിടുത്തെ കറുത്ത മണ്ണ് പരുത്തി, എണ്ണക്കുരു, നിലക്കടല എന്നിവയുടെ കൃഷിക്ക് സഹായകമാകുന്നു. നമ്മുടെ രാജ്യത്തിലെ പ്രധാന സ്വർണ്ണഖനി കർണാടകയിലെ കോലാർ ജില്ലയിലെ കോലാർ സ്വർണ്ണപ്പാടമാണ്.
1990കളിൽ കർണാടക സംസ്ഥാനം IT മേഖലയുടെ വികസനത്തിൽ മുന്നിലെത്തി. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ ഇന്ന് ഇന്ത്യയിലെ 3ാമത്തെ ജനനിബിഡ നഗരമാണ്. വൻകിട വ്യവസായങ്ങളുടെയും സോഫ്റ്റ്വെയർ, എയറോസ്പേസ്, വാർത്താവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും ആസ്ഥാന നഗരം കൂടിയാണ് ബാംഗ്ലൂർ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഈ നഗരം ഇന്ന് ഇന്ത്യയിലെ 3ാമത്തെ ജനനിബിഡ നഗരമാണ്. കർണാടകയുടെ ഔദ്യോഗിക വൃക്ഷം ചന്ദനവും പഴം മാമ്പഴവുമാണ്. ഔദ്യോഗിക പുഷ്പം താമരയും പക്ഷി ഇന്ത്യൻ റോവറുമാണ്. കർണാടകയിലെ പ്രധാന ഉത്സവം 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ദസറയാണ്. കർണാടക 30 ജില്ലകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യാനമാണ് ലാൽബാഗ്. ഇത് പണി കഴിപ്പിച്ചത് മൈസൂർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താനാണ്. കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. മൈസൂരിൻ്റെ യഥാർത്ഥ പേര് മഹിഷുരു എന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. മഹിഷാസുരൻ എന്ന രാക്ഷസൻ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന മഹിഷാസുരനെ ചാമുണ്ടേശ്വരി ദേവി വധിക്കുകയായിരുന്നു എന്ന ചരിത്ര കഥയുടെ തെളിവാണ് ചാമുണ്ഡി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇന്ത്യയിൽ സ്ഥാപിതമായ 3ാമത്തെ മൃഗശാലയാണ് മൈസൂരിലേത്. ഇന്ന് 157 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയിൽ 100 കണക്കിന് പക്ഷിമൃഗാദികളെ കാണാം. ഉയരമുള്ള ചിക്കമംഗളൂർ ജില്ലയിലെ മുല്ലയനഗരി കുന്നുകളാണ് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ബിന്ദിപ്പൂർ ദേശീയോദ്യാനം. നിലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രമെന്ന നിലയിൽ 1974 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഗോവ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള കൊങ്കൺ മേഖലയ്ക്കുള്ളിലെ ഒരു സംസ്ഥാനമാണ് ഗോവ. വിസ്തീർണമനുസരിച്ച് 2 ജില്ലകൾ മാത്രമുള്ള ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. വടക്ക് മഹാരാഷ്ട്ര, കിഴക്ക് തെക്ക് കർണാടക, പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാൽ ഗോവ അതിർത്തി പങ്കിടുന്നു. പനാജി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. ഗോവയിലെ ഭൂരിഭാഗം നിവാസികളും സംസാരിക്കുന്ന ഔദ്യോഗിക ഭാഷ കൊങ്കണിയാണ്. സംസ്ഥാന മൃഗം ഗൗർ, സംസ്ഥാന പക്ഷി ജ്വാല, തൊണ്ടയുള്ള ബുൾബുൾ, സംസ്ഥാന വൃക്ഷം ഇന്ത്യൻ ലോറൽ എന്നിവയുമാണ്. പെർണി ജാഗോർ ഗോവയിലെ പുരാതന മാസ്ക് നൃത്തമാണ്. ഗോവയുടെ ഭൂരിഭാഗം സൗന്ദര്യവും ബീച്ചുകളിലാണ്. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. സജീവമായ രാത്രി ജീവിതം, ആരാധനാലയങ്ങൾ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വാസ്തുവിദ്യ എന്നിവ കൊണ്ട് ഗോവ ഓരോ വർഷവും ധാരാളം അന്തർദേശീയ ആഭ്യന്തര വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി. വിനോദസഞ്ചാരം ഗോവയുടെ പ്രാഥമിക വ്യവസായമാണ്. ഖനനം 2ാമത്തെ വലിയ വ്യവസായമായി മാറുന്നു. ഇരുമ്പ്, ബോക്സൈറ്റ്, മാംഗനീസ്, സിലിക്ക എന്നിവ ഖനനം ചെയ്യുന്നു. നെല്ലാണ് പ്രധാന ഭക്ഷ്യവിള. തെങ്ങ് കൃഷിയിലും ഗോവ പേര് കേട്ടതാണ്. ഇനി ഭൂമിശാസ്ത്രമെടുത്താൽ 103 കിലോമീറ്റർ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗോവ. ഉയരമുള്ള സോൺസോഗർ കൊടുമുടിയാണ് ഏറ്റവും ഉയർന്ന പ്രദേശം. 7 പ്രധാന നദികളിൽ സുവാരിയും മണ്ടോവിയും ഏറ്റവും പ്രധാന നദികളാണ്. സുവാരി നദി മുഖത്തുള്ള മൊർമോഗാവ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത തുറമുഖങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഗോവയിലെ ഭൂരിഭാഗം മണ്ണും ഫെറിക് അലുമിനിയം ഓക്സൈഡുകളാൽ സമ്പന്നമായ ലാറ്ററൈറ്റുകളാൽ നിർമ്മിതമാണ്. കൂടുതൽ ഉൾനാടുകളിലും നദീതീരങ്ങളിലും എക്കൽ മണ്ണിലാൽ സമ്പുഷ്ടമായതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യവുമാണ്. പയർവർഗ്ഗങ്ങൾ, കശുവണ്ടി, കരിമ്പ്, വാഴ, മാവ്, പൈനാപ്പിൾ, പ്ലാവ്, തേക്ക്, സാൽമരം എന്നിവകൾക്കൊപ്പം ഗോവയിലെ വനങ്ങൾ ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ്. ഗോവയിലെ വിസ്തീർണത്തിൻ്റെ 33% വനപ്രദേശമാണ്. കിഴക്കൻ ഗോവയുടെ ഭൂരിഭാഗവും രൂപപ്പെടുന്ന പശ്ചിമഘട്ടം സസ്യജന്തുജാലങ്ങളുടെ സമ്പന്നത കൊണ്ട് ലോകത്തിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. ചോറോ ദ്വീപിലെ പ്രശസ്തമായ സലിം അലി പക്ഷി സങ്കേതം ഉൾപ്പെടെ നിരവധി പ്രശസ്തമായ ദേശീയ പാർക്കുകൾ ഗോവയിലുണ്ട്.
ഗോവയിലെ ചരിത്രം പരിശോധിച്ചാൽ BC 3-ാം നൂറ്റാണ്ടിൽ മഗധയിലെ അശോക ചക്രവർത്തി ധരിച്ചിരുന്ന മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഗോവ. പിന്നീട് ഭോജന്മാർ, ശതവാഹനന്മാർ, ചാലുക്യർ, രാഷ്ട്രകൂടർ, കദംബന്മാർ എന്നീ രാജവംശങ്ങൾ ഗോവ ഭരിക്കപ്പെടുകയുണ്ടായി. 1312 ആയപ്പോഴേക്കും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണത്തിന് കീഴിലായ ഈ പ്രദേശം 1370 വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും 1469 ബാഹുമിനി സുൽത്താൻമാരുടെയും കൈവശമായി. പിന്നീട് ബിജാപൂരിലെ ആദിൽ ഷാഹികളുടെ കൈകളിലായിരുന്നു ഈ പ്രദേശം. 1510 പോർച്ചുഗീസ് നാവികനായ അൽഫോൺസെ ദെ ആൽസക്കർക്ക് ഇവിടെ എത്തിയതിനു ശേഷം പോർച്ചുഗീസ് ഭരണത്തിലാവുകയും ചെയ്തു. തുടർന്ന് ഗോവ 450 വർഷത്തിലേറെയായി ഒരു പോർച്ചുഗീസ് പ്രദേശമായതിനാൽ ഗോവൻ സംസ്കാരം കിഴക്കൻ പാശ്ചാത്യ ശൈലികളുടെ സംയോജനമാണ്. ഗോവയിലെ ഒരു ലോക പൈതൃക സ്ഥലമാണ് ബോം ജീസസ് ബസിലിക്ക. ഫോർട്ട് അഗ്വാണ്ട ഇന്ത്യൻ ചരിത്രം, സംസ്കാരം, പൈതൃകം എന്നിവയെക്കുറിച്ചുള്ള ഒരു പുതിയ മെഴുക് മ്യൂസിയവും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1961 ഡിസംബർ 19 ഗോവ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1987 മെയ് 30 ഗോവ 25ാമത്തെ സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് മഹാരാഷ്ട്രയിലേക്കൊന്ന് പോയാലോ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വിസ്തൃതിയിൽ 3-ാമതും ജനസംഖ്യയിൽ 2-ാമതുമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് മഹാരാഷ്ട്രയുടെ സ്ഥാനം. ഇതിൻ്റെ പശ്ചിമ അതിർത്തി അറബിക്കടലാണ്. കിഴക്ക് ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും തെക്ക് കർണാടകയും വടക്ക് മധ്യപ്രദേശും അതിർത്തികളായി വരുന്നു. സംസ്ഥാനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഗോവയും വടക്ക് പടിഞ്ഞാറ് ഗുജറാത്തും ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ഭദ്ര നഗർ ഹവേലിയുമുണ്ട്. മറാത്തി ഭാഷ സംസാരിക്കുന്നവരുടെ ഭൂപ്രദേശം എന്ന നിലയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പ്രദേശം ബോംബെ സ്റ്റേറ്റ് എന്ന പേരിൽ സംസ്ഥാനമായി നിലനിന്നിരുന്നത്. എന്നാൽ ഹിന്ദി, കൊങ്കണി, ഗുജറാത്തി ഭാഷകൾ സംസാരിക്കുന്നവർ ബോംബെ സ്റ്റേറ്റിൽ ധാരാളം ഉണ്ടായിരുന്നു. അതിനാൽ ഈ സംസ്ഥാനം വീണ്ടും ഗുജറാത്തി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഗുജറാത്ത് എന്നും മറാത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടി മഹാരാഷ്ട്ര എന്നുമുള്ള 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. അങ്ങനെ 1960 മെയ് 1 മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വന്നു. 5 ഭൂപ്രകൃതി വിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കൊങ്കൺ, പശ്ചിമ മഹാരാഷ്ട്ര, വടക്കൻ മഹാരാഷ്ട്ര, മറാത്ത്വാഡ, വിദർഭ എന്നിവയാണ് അവ. ഗോദാവരി, കൃഷ്ണ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. കൃഷി, മീൻപിടുത്തം എന്നിവ കൂടാതെ ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി വ്യവസായങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിലുണ്ട്. പരമ്പരാഗതമായി മഹാരാഷ്ട്രയിലെ പുരുഷന്മാർ ധോത്തി, കുർത്ത, നീണ്ട ഷോൾ എന്നിവ അണിയുമ്പോൾ സ്ത്രീകൾ ചോളിയും ലുക്ത എന്ന പേരിലുള്ള സാരിയുമാണ് അണിയുന്നത്. ഇന്ന് പരമ്പരാഗത വസ്ത്രധാരണം അപൂർവമായിരിക്കുന്നു. മറാത്ത രാജവംശത്തിൻ്റെ കീഴിൽ ഈ ഭൂപ്രദേശത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയാണ് ഛത്രപതി ശിവജി. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ല സ്ഥിതി ചെയ്യുന്ന പുരാതന ഗുഹകളുടെ ശേഖരണമാണ് അജന്ത എല്ലോറ ഗുഹകൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും യുനെസ്കോയുടെയും ലോക പൈതൃക സൈറ്റുകളുടെയും കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങളാണ് അവ. ഈ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഭീമനണ്ണാനും വൃക്ഷം മാവും പഴം മാമ്പഴവുമാണ്. ഔദ്യോഗിക പക്ഷി മഞ്ഞക്കാലുള്ള പച്ച പ്രാവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവമാണ്. ഈ അവസരത്തിൽ ആളുകൾ അവരുടെ വീടുകളിലേക്കും പന്തലുകളിലേക്കും ഗണപതിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന മുംബൈയാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരപ്രദേശമാണിത്. നിരവധി പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി പൂനെ ഓക്സ്ഫോർഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എല്ലാ ധനകാര്യ ഇടപാടുകളെയും നിയന്ത്രിക്കുന്ന ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട 3ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണേ. സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഒത്തനടുക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വലിപ്പത്തിൽ 2ാം സ്ഥാനം മധ്യപ്രദേശിനാണ്. വടക്ക് കിഴക്ക് ഉത്തർപ്രദേശ്, കിഴക്ക് ഛത്തീസ്ഗഡ്, തെക്ക് പടിഞ്ഞാറ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാൻ എന്നിവ അയൽ സംസ്ഥാനങ്ങളായി വരുന്നു.
1956 നവംബർ 1 രൂപം കൊണ്ടു. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാലാണ്. മധ്യപ്രദേശിൻ്റെ ഔദ്യോഗിക പക്ഷി ഏഷ്യൻ പാരഡൈസും ഔദ്യോഗിക മൃഗം ബാരസിംഗയും വൃക്ഷം പേരാലും ഔദ്യോഗിക ഭാഷ ഹിന്ദിയുമാണ്. പ്രസിദ്ധമായ ഖജുരാഹോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പ്രാചീന ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. ദിംബകേത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മൗര്യ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തി നിർമ്മിച്ച സാഞ്ചി സ്തൂപം നിലകൊള്ളുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നർമ്മദ നദിയുടെ വടക്കൻ തീരത്ത് വിന്ധ്യ പർവ്വത നിരകളും തെക്ക് ഭാഗത്ത് സത്പുര പർവ്വത നിരകളും വ്യാപിച്ചു കിടക്കുന്നു. താപ്തി നദി നർമ്മദയ്ക്കും സമാന്തരമായി ഒഴുകുന്നു. മറ്റൊരു നദിയാണ് കേട്ടോ. പ്രധാന നഗരങ്ങളാണ് ഇൻഡോർ, ഗ്വാളിയർ, ജബൽപൂർ, ഭോപ്പാൽ തുടങ്ങിയവ. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ പട്ടണവും വ്യവസായിക തലസ്ഥാന നഗരവുമാണ് ഇൻഡോർ. ചരിത്രത്തിൽ നിരവധി ഭരണാധികാരികൾ നിയന്ത്രിച്ചിട്ടുള്ള ഗ്വാളിയർ കോട്ട ഇവിടെയാണ്. 52 ജില്ലകൾ ഉള്ള മധ്യപ്രദേശിൽ 12 മണിക്കൂറിൽ 6.67 കോടി വൃക്ഷത്തൈകൾ നട്ട ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഭൂമി വിസ്തൃതിയുടെ 30% വനങ്ങളാണ്. 10 ദേശീയ ഉദ്യാനങ്ങളുടെ ആസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ചമ്പൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സംസ്ഥാനത്തിന് ഒരു കാർഷിക സദ്വ്യവസ്ഥയുണ്ട്. ഗോതമ്പ്, സോയാബീൻ, പയറ്, കരിമ്പ്, അരി, ചോളം, പരുത്തി, കടുക് എന്നിവയാണ് പ്രധാന വിളകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രത്തിൻ്റെയും ചെമ്പിൻ്റെയും ശേഖരമുള്ള സംസ്ഥാനവും ഇതാണ്. കൽക്കരി, മാംഗനീസ്, കൽക്കരി, മിഥൈൻ, ഡോളമൈറ്റ് എന്നിവയാണ് പ്രധാന ധാതുശേഖരം. ഇന്ത്യയിലെ IIT, IIM തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുള്ള ആസ്ഥാനമാണ് ഈ സംസ്ഥാനം. 1984 യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ വ്യവസായശാല പുറന്തള്ളിയ വിഷവാതകം ശ്വസിച്ച് ആയിരങ്ങൾ തൽക്ഷണം മരിക്കുകയും ചിലർ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്നും മരിച്ചു ജീവിക്കാനിടയായ ദുരന്തം നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് കേട്ടോ കൂട്ടുകാരെ. ഞാൻ ജാർഖണ്ഡ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് ഞാൻ. ജാർ എന്നാൽ വനമെന്നും ഗഡ് എന്നാൽ ഭൂമി എന്നുമാണ് കേട്ടോ അർത്ഥം. ശരിക്കും വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് കേട്ടോ എൻ്റേത്. പിന്നെ എനിക്കത്ര പ്രായമൊന്നായിട്ടില്ല കേട്ടോ. 2000 നവംബർ 15 നേരത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്ന എന്നെ അതിൽ നിന്ന് വേർപെടുത്തി ജാർഖണ്ഡ് എന്ന സംസ്ഥാനമാക്കി മാറ്റിയത്. എൻ്റെ തലസ്ഥാനം റാഞ്ചി. നമ്മുടെ ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഞങ്ങളുടെ ഈ കൊച്ചു ജാർഖണ്ഡിലാണെന്ന് നിങ്ങൾക്കറിയാമോ? ഔദ്യോഗിക ഭാഷ നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദി തന്നെയാണെന്നേ. എന്തിഷ്ടമാണെന്നോ ഈ ഭാഷ ഞങ്ങൾക്ക്. പുഷ്പം പലാശ് ആണ്. നിങ്ങളുടെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണല്ലോ. എന്നാൽ ഞങ്ങളുടെ കോയലാണെന്നേ. മറക്കരുതേ, ഞങ്ങളുടെ ഔദ്യോഗിക വൃക്ഷം സാൻ ആണ്. ഈ വൃക്ഷത്തെ ആരാധിക്കുന്ന സർഹൂൽ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. പ്രകൃതിയെ ആരാധിക്കുക എന്ന ചിന്തയിലാണ് ഞങ്ങളെല്ലാം ഈ ആഘോഷത്തിൽ പങ്കെടുത്തു വരുന്നത്. ഇനി എൻ്റെ നാട്ടിലെ ആളുകൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇവിടെ 90% ആളുകൾ കർഷകരാണ്. അരിയും പച്ചക്കറികളും തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ഭക്ഷണം. എന്നാൽ കൃഷിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ പ്രധാന അടിസ്ഥാനം ഇവിടെയുള്ള ധാതു സമ്പത്താണ്. ഇന്ത്യയുടെ മൊത്തം ധാതു സമ്പത്തിൽ 40% ഞങ്ങളുടെ കൊച്ചു ജാർഖണ്ഡിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് അഭിമാനമാണെന്നോ. ഇവിടുത്തെ പ്രധാന നദിയായ ദാമോദരൻ്റെ താഴ്വര ഇന്ത്യയിലെ കൽക്കരിയുടെ മുഖ്യ കേന്ദ്രമാണ്. കൂടാതെ ഇരുമ്പയിർ, മൈക്ക, ചെമ്പ്, കൊബാൾട്ട്, ചുണ്ണാമ്പ് കല്ല് ഇവ കൊണ്ടെല്ലാം സമ്പന്നമാണ്.
എൻ്റെ ഛോട്ടാ നാഗപ്പൂർ പീഠഭൂമി പ്രദേശം എന്നെ നേരിൽ കാണാനും എന്നെക്കുറിച്ച് കൂടുതൽ അറിയാനും വരില്ലേ ഒരു ദിവസം ഇങ്ങോട്ട്? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്നെ ബീഹാറിൽ നിന്ന് മുറിച്ചു മാറ്റിയതാണെന്ന്. ദേ തൊട്ടപ്പുറേ ബീഹാർ എന്ന അതേ പേരിൽ എൻ്റെ തറവാട് ഇപ്പോഴുമുണ്ട്. നിങ്ങൾ അവിടെയൊന്ന് പോയി നോക്കൂ. ഇവിടെ നിന്നും വ്യത്യസ്തമായ പലതും നിങ്ങൾക്ക് അവിടെ കാണാം. കൂട്ടുകാരെ, ഇന്ത്യയുടെ ഉപദ്വീപീയ മേഖലയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലൂടെ പോയപ്പോൾ എത്രയോ വൈവിധ്യത നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇനി ഈ സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? ഈ വ്യത്യാസങ്ങൾക്കെല്ലാം ഇടയിലും ഒരു കാര്യത്തിൽ ഓരോരുത്തരും ഒന്നാണ്. അതെ, എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പരസ്പരം കരുതിയിടാം നമുക്ക് സാമൂഹിക സമാധാനത്തിനായി. ഒരുമയോടെ മുന്നേറാം നമുക്ക് നാടിൻ്റെ നന്മയ്ക്കായി. ഒന്നായി നിലകൊള്ളാം രാഷ്ട്ര പുരോഗതിക്കായി. ജയ് ഭാരത്.